ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ധോനി ബേബിനെയൊക്കെ കുളിപ്പിച്ചതാ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും രാജേഷ് ഏട്ടനും ധോനി ബേബിയും കൂടിയാണ് വന്നത് കേട്ടോ. അപ്പോൾ വരാൻ കുറച്ച് നേരം വൈകി 11:30 ആയ ടൈമിലാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഇന്ന് അമ്മായിയുടെ മോളുടെ അവിടുത്തെ അവരുടെ കാവിലെ ഉത്സവമാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേന് ഇനി നല്ല തിരക്കാവും. ധോനി ബേബിന് എന്തായാലും ഒന്ന് തൊഴുകിക്കും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളതാ പോന്നു. ധോനി ബേബിനെയും കൊണ്ടൊക്കെ തൊഴിച്ചു. തൊഴുകുന്ന സമയത്താണെങ്കിൽ പോലും ഒരു 11:30 സമയമൊക്കെ അല്ലേ. അപ്പോൾ ടൈലൊക്കെ കൂടി ചൂടായിട്ടേ നല്ല ചൂടാണ് കേട്ടോ. കുട്ടിക്ക് എന്നല്ല എനിക്ക് തന്നെ പുറത്തേക്ക് കൂടെ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ പെട്ടെന്ന് ഒന്ന് പോയിട്ട് ഒന്ന് വലം വെച്ച് തൊഴുത് ഒന്ന് വേഗം വന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂട് പറഞ്ഞാലും പോരാ, നല്ല വെയിലല്ലേ. ആ വെയിലത്ത് ആ ടൈലൊക്കെ ഇങ്ങോട്ട് പഴുത്തിട്ടേ. അപ്പോൾ അങ്ങനെ രാജേട്ടൻ വന്നില്ല കേട്ടോ. രാജേട്ടൻ വൈറ്റ് മുണ്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ വഴിപാടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇതാ വന്നു. അങ്ങനെ ഇതാ പ്രസാദം ഇടുക കേട്ടോ. അത് ഇനി ബേബിക്ക് ഇട്ട് കൊടുത്തു. രാജേട്ടനൊക്കെ അങ്ങനെ പ്രസാദം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ലാസ്റ്റാണ് ഇട്ടത്. പ്രസാദമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല. അവർ വേറെ എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. അവർ ഹസ്ബൻഡും കൂടി കൂടിയിട്ട്. അപ്പോൾ മരുമോളും മോനും ഉണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. പോകുന്ന വഴിക്ക് ഇതാട്ടോ ഗജവീരനെയൊക്കെ കണ്ടു. ഗജവീരനെ കണ്ടതിൻ്റെ വിശേഷമൊക്കെ പറയുകയാണ് കേട്ടോ ധോനി ബേബി. അപ്പം അങ്ങനെ ഞങ്ങളിതാ ചേച്ചിയുടെ വീട്ടിലെത്തി. ധോനി ബാബ നല്ല TV കാണാൻ തിരക്കിലാണ് കേട്ടോ. മക്കളൊക്കെ അവിടുത്തെ മക്കളും തന്നെ നല്ല തിരക്കിലാട്ടോ, കളിയും ഒക്കെ ആയിട്ട്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും മരുമോളും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും വന്നു. ഞങ്ങൾ അവർ കഴിക്കാനൊക്കെ ആയ ടൈമായപ്പോഴത്തേനും അവർ വന്നു കേട്ടോ. ഏട്ടനും ചേച്ചിയും പുറത്ത് പോയിരിക്കുകയായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാവരും വന്ന് അവരൊക്കെ വന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. നല്ല വെയിലല്ലേ. അപ്പോൾ വെയിലൊക്കെ കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. രാജേട്ടൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ പോയി തിരിച്ചു വന്നത് ധോനി ബേബിനെയും കൊണ്ട് അതാ പുറത്തൊക്കെ പോയി ചെണ്ടമേളൊക്കെ കണ്ട് അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ നല്ല പോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗജവീരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-4:30 5 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല വെയിൽ, നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ അവിടെ അടുത്തുള്ള വേലയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ വേലയൊക്കെ കണ്ടു. ധോനി ബേബി നല്ല ഹരത്തിലാണ് കേട്ടോ. കാരണം അവൾ നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര വൈബിലാണ് കേട്ടോ. അവൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഓർമ്മ വെച്ച് അങ്ങനെ ഫസ്റ്റ് ടൈം അല്ലേ അവൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതൊന്നും കണ്ടിട്ടില്ല. അവൾക്ക് അത്രയും ഓർമ്മയില്ലല്ലോ. ഒരു 6 മാസമൊക്കെ ആയ ടൈമിലാണ് കഴിഞ്ഞ വർഷത്തെ ഉത്സവങ്ങളൊക്കെ നടന്നു പോയത് കേട്ടോ. അപ്പം അങ്ങനെ ചേച്ചിയുടെ കുട്ടികളൊക്കെ അവർ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഈ വേല കടന്നു പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ക്ഷണമൊക്കെ കിട്ടി. ഞങ്ങൾ പോയി അങ്ങനെ നല്ല വൈബടിച്ച് ഉത്സവമൊക്കെ കാണുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോകണം. അപ്പം ഇനിയിപ്പോൾ ഈ വേലയൊക്കെ പോയതിന് ശേഷമുള്ളൂ. അപ്പം ഇനി കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ട്, മേളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി അത് കാണണം. അതൊക്കെ കണ്ടിട്ട് വേണം പോകാൻ. അപ്പം ഇനി ഒരു 7 മണിയൊക്കെ ടൈമിലാകുമ്പോഴത്തേനും പോകണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോനി ബേബിക്ക് കഴിക്കാൻ കൊടുക്കണം. കഴിക്കാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആളാ ബഹളം പറ്റും കേട്ടോ. അപ്പം ഇനി എന്തായാലും സന്ധ്യാരണ സമയത്ത് കാവിലൊന്ന് പോകണം. ഇനി കാവിൽ തൊഴാനൊന്നും ഇറങ്ങില്ല. ജസ്റ്റ് ഒന്ന് വേലകളൊക്കെ ഇനി അപ്പുറത്തെ വേറൊരു വഴിയുണ്ട് കേട്ടോ. ആ വഴി കൂടെ ഇനി വേലകളൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ വേല പോകുന്ന ടൈമിൽ ഞങ്ങൾ അതും കൂടി പോട്ടെ, അതിൻ്റെ പുറകിൽ പോകാമെന്നൊക്കെ വിചാരിച്ചു. പുറകിൽ പോകുമ്പോൾ ഇവർ മെല്ലെ പോവുള്ളൂ, അങ്ങനെ കാവിൽ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം എന്ത് വിചാരിച്ചു എന്ന് പറയും, ഫ്രണ്ട് പോയാൽ വേഗം അവിടെ പോയി നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അതിയേനെ വരുന്ന വേലകളൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ഫ്രണ്ട് പോയിട്ടോ. ഇവർ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയി. അപ്പോഴത്തേന് തന്നെ നല്ല ഇരുട്ടായിരിക്കണം കേട്ടോ. 7 മണിയൊക്കെ ടൈമായിരിക്കണം. അപ്പം അങ്ങനെ ഞങ്ങളിതാ പോയി. അങ്ങനെ അമ്പലത്തേക്ക് ഇറങ്ങണതിൻ്റെ അവിടെ ആലിൻ്റെ അവിടെ അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കൂടെ വരുന്ന വേലകളൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അപ്പോഴത്തേന് ഒരു 8 മണിയൊക്കെ ആയി. 8 മണിയായ ടൈമിൽ ഇനി നിന്നിട്ടുണ്ടെങ്കിൽ പണിവാളം വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് ഐസ്ക്രീമും എല്ലാവർക്കും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഇനി വരുന്ന വഴിക്ക് ചേച്ചിയുടെ